أعوذ بالله من الشيطان الرجيم والذين يبيتون لربهم سجدا وقياما. സൂറത്തുൽ ഫുർഖാനിലെ 64-ാമത്തെ ആയത്താണ്. അവർ തങ്ങളുടെ സൃഷ്ടാവായ രക്ഷിതാവിന് മുമ്പാകെ നിന്നുകൊണ്ടും സാഷ്ടാംഗം നമിച്ചുകൊണ്ടും രാത്രികാലം കഴിച്ചു കൂട്ടുന്നവരാണ്. ലോകസൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുൽ വിശ്വസിക്കുന്നവരുടെ അടിസ്ഥാന സ്വഭാവങ്ങളാണ് ഈ ആയത്തുകളിൽ തുടർന്ന് വിവരിക്കുന്നത്. രാത്രികാലത്തുള്ള നമസ്കാരങ്ങളിൽ ബദ്ധശ്രദ്ധരായിരിക്കും അവർ. അതായത് സൂര്യാസ്തമയ ശേഷമുള്ള നിർബന്ധവും ഐച്ഛികവുമായ എല്ലാ നമസ്കാരങ്ങളും നിർവഹിക്കുന്നവരായിരിക്കും അവർ. മഗ്രിബ്, ഇശ, ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ തഹജ്ജുദ്, ഈ വക നമസ്കാരങ്ങളൊക്കെ നന്നായി നിർവഹിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. വിശ്വാസികൾ പൊതുവെ മഗ്രിബും ഇശായും നിസ്കരിക്കാറുണ്ട്. എന്നാൽ രാത്രി നിസ്കാരം മുടങ്ങാതെ നിർവഹിക്കുന്നവർ പൊതുവെ കുറവാണ്. ഇശാക്കും സുബഹിനും ഇടയിൽ നിർവഹിക്കുന്ന നമസ്കാരത്തിനാണ് ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ തഹജ്ജുദ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഖുർആനിലും ഹദീസിലൊക്കെ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ഇസ്ര 79-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. രാത്രി നിദ്രയിൽ നിന്നും എഴുന്നേറ്റ് നമസ്കരിക്കുക, അഥവാ തഹജ്ജുദ് നിസ്കരിക്കുക. ഇനി നിനക്ക് ഇത് നിനക്ക് ഐച്ഛികമായിട്ടുള്ളതാണ്, അതായത് സ്വമേധയാ ചെയ്യേണ്ടതാണ്. അതുവഴി നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തിയേക്കും. രാത്രി ഉറങ്ങിയതിന് ശേഷം സുബഹിന് മുമ്പായി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ ധാരാളം ഹദീസുകളുണ്ട്. അതിലൊന്നിങ്ങനെയാണ്, അയ്യുഹന്നാസ്, നബി പറഞ്ഞു, അയ്യുഹന്നാസ് അഫ്ഷുസ്സലാമ വഅത്ഇമുത്ത്അമ വസല്ലു വന്നാസു നിയാമൻ തദ്ഖുലുൽ ജന്ന ബിസലാം. ജനങ്ങളെ, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക, അതായത് ജനങ്ങളോട് സലാം പറയണം, അവർക്ക് ആവശ്യക്കാർക്ക് ഭക്ഷണം നൽകണം. ജനങ്ങളൊക്കെ ഉറക്കത്തിലായിരിക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുക, എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാം. വേറെ ഹദീസിൽ നബി പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ രാത്രി നിസ്കാരം നിർവഹിക്കുക. അത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ ഒരു ദിനചര്യയിൽപ്പെട്ടതായിരുന്നു. അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുകയും തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യുന്നു. അതുവഴി നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് മാത്രമല്ല, ശാരീരിക രോഗങ്ങളെ തടുക്കുകയും ചെയ്യും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ദുനിയാവിനോട് അടുത്ത ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. എന്നിട്ട് ഇപ്രകാരം പറയും, ആർ എന്നോട് പ്രാർത്ഥിക്കുന്നുവോ അവന് ഞാൻ ഉത്തരം നൽകും, ആർ എന്നോട് ചോദിക്കുന്നുവോ അവന് ഞാൻ നൽകും, ആർ എന്നോട് പാപമോചനം തേടുന്നുവോ അവന് ഞാൻ പുറത്തു കൊടുക്കുകയും ചെയ്യും. സ്വർഗത്തിനർഹരാകുന്ന സത്യവിശ്വാസികളുടെ സവിശേഷതകളായിട്ട് സൂറത്ത് ആൽ ഇംറാനിൽ എടുത്തു പറഞ്ഞത് ഇങ്ങനെയാണ്, അസ്സാബിരീന വസ്വാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. അവർ ക്ഷമാശീലരും സത്യസന്ധന്മാരും അള്ളാഹുവിനോട് അങ്ങേറ്റത്തെ വണക്കമുള്ളവരും ധനം ചെലവഴിക്കുന്നവരും സൽക്കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം തേടുന്നവരുമാണ്. അപ്പോൾ കൃത്യമായിട്ട് രാത്രി നിസ്കാരങ്ങൾ, അതായത് തഹജ്ജുദിൽ ഒക്കെ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്നവർ, അവരിൽ യാതൊരു ടെൻഷനോ പ്രയാസമോ ഒരു ക്ലേശമൊന്നും ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹു അവർക്ക് ദൂരീകരിച്ചു കൊടുക്കും എന്ന് അനുഭവസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. അപ്പോൾ അത്തരം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.